അപ്പോൾ ഇന്ന് നമുക്കൊരു കല്യാണ വിശേഷം കാണാം. പെരിന്തൽമണ്ണ ഷിഫ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണം. നമ്മൾ കുറേ റീൽസും വീഡിയോസൊക്കെ എടുക്കണം എന്ന് വിചാരിച്ച് നേരത്തെ തന്നെ റെഡി ആയിട്ടുണ്ട്. മോളൂന് പിന്നെ ഇതിൽ ചെറുതാവുകൊണ്ട് എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ കുറേ പാക്കിങ് ഉണ്ടാവും. ഞങ്ങൾ ആ സമയം ഇവിടെ അടിച്ച് പൊളിച്ച് വീഡിയോസ് എടുക്കും. ഇതിപ്പോൾ ഏത് റീൽ എടുക്കും എന്നുള്ള തപ്പലാണ്. സോങ്ങൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ റീൽസൊന്നും എടുത്തില്ല എന്നുള്ളതാണ്. എങ്ങോട്ട് പോകാൻ ഒരുങ്ങിയാലും ലാസ്റ്റ് ഞങ്ങളെല്ലാവരും കൂടി ഒരു സെൽഫി എടുക്കും കേട്ടോ. സെൽഫി അല്ല, ഒരു ഫോട്ടോ എടുക്കും. അപ്പോൾ അതാണ് ഇപ്പോൾ കണ്ടത്. പോണ വഴിക്ക് മക്കൾക്ക് വിശക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് അങ്ങനെ നമ്മൾ ഷിഫ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങളും അമ്മായിയൊക്കെ എത്തിയത് ഒരേ സമയത്താണ് കേട്ടോ. അപ്പോൾ ഒരുമിച്ച് ഞങ്ങൾക്ക് കയറാൻ പറ്റി. ഷംന, കുഞ്ഞമ്മ, മക്കൾ കുറേ ആയിരുന്നു കണ്ടിട്ട് എല്ലാവരെയും. ഈ കല്യാണം എല്ലാവരെയും കാണാനുള്ളൊരു ചാൻസായി. ഞങ്ങളുടെ അതേ വൈബിളുള്ള ആളാണ് കേട്ടോ ഷംനയും കുഞ്ഞമ്മയൊക്കെ. ഫായി ആണുള്ള പേര്, അവർക്ക് കുഞ്ഞമ്മ എന്ന് പറയുന്നത് ഇഷ്ടമല്ല. പിന്നെ ഞങ്ങൾ കുറേ നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു, നല്ല ഫുഡായിരുന്നു. പിന്നെ ഡെസേർട്ടിലാണെങ്കിലും കുറേ ഉണ്ടായിരുന്നു. മക്കൾ ഫുഡ് കഴിക്കുമ്പോൾ തന്നെ അവിടുന്ന് പല കോട്ടൺ ക്യാൻറ്റീൻ്റെ കുട്ടികളൊക്കെ പിടിച്ചിറക്കണമൊക്കെ കണ്ടിട്ടേ ഫുഡ് മര്യാദയൊക്കെ കഴിച്ചിട്ടില്ല. അങ്ങോട്ട് പോകാമെന്നുള്ള ഒരൊറ്റ ലക്ഷ്യമായിരുന്നു. പിന്നെ അങ്ങനെ മണവാട്ടിയും മണവാളനെയൊക്കെ കണ്ട് കുറച്ച് നേരം എല്ലാവരെയും കണ്ട് സംസാരിച്ച് ഞങ്ങൾ അങ്ങനെ പോന്നിട്ടുണ്ട് കല്യാണത്തിൽ നിന്ന്. ഈ കല്യാണത്തിന് പോകുമ്പോൾ തന്നെ നമുക്ക് പ്ലാൻ ഉണ്ട്. പെരിന്തൽമണ്ണ കുറേ കടകളിൽ പോകാണ്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട് ആ ഒരു പ്ലാനിലാട്ടോ കല്യാണത്തിനേ പോണത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഫാമിലി പോയിട്ടുണ്ട്. എപ്പോൾ ഫാമിലിയിൽ പോകുമ്പോഴും ഫാമിലിയുടെ ഓപ്പോസിറ്റ് ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്. അവിടെ മാത്രമേ ഞങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ കിട്ടുള്ളൂ. ഇന്ന് എന്തോ ഭാഗ്യത്തിന് അതിന് മുമ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അമ്മക്ക് ബെഡ്ഷീറ്റും പാപ്പാക്ക് ഷർട്ടും മോളൂന് എന്തൊക്കെയോ ഡ്രസ്സൊക്കെ നോക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഫാമിലിയിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മോള് ഡ്രസ്സ് നോക്കണതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഒന്ന് ഇഷ്ടമായപ്പോൾ എനിക്കും ഒരു ടോപ്പ് എടുത്തു. മോളൂനും ഒരേപോലത്തെ ടോപ്പൊക്കെ എടുത്തിട്ടോ ഞങ്ങൾ. പിന്നെ വീട്ടിലെത്തി നോക്കുമ്പോഴാണ് ആ ടോപ്പ് അവർ പാക്ക് ചെയ്തിട്ടുമില്ല, ബില്ലടിച്ചിട്ടുമില്ല. നല്ല രസമുള്ള ടോപ്പ് ആയിരുന്നു. എനിക്ക് നല്ല ദേഷ്യം വന്നു. അപ്പം തന്നെ ഞാൻ ഒരു നമ്പർക്ക് വിളിച്ചു. പക്ഷേ ഞങ്ങളൊരു 10 മണി രാത്രി ആയിട്ടുണ്ട് അത് തുറന്നു നോക്കുന്ന സമയത്ത്. അപ്പോൾ ആരും കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. നാളെ എന്തായാലും വിളിച്ച് പറയണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ പർച്ചേസൊക്കെ കഴിഞ്ഞിടയ്ക്ക് ഞാൻ കമ്മലൊക്കെ കുറച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫാൻസി വാങ്ങിക്കാനും നല്ല വെറുതെ കാണാൻ. അങ്ങനെ നമ്മൾ ഫാമിലിയിൽ നിന്ന് ഇറങ്ങി നേരെ ജാം ജൂമിലേക്ക് പോയിട്ടുണ്ട്. ഒന്നുമില്ല, അമ്മക്ക് എന്തൊക്കെയോ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് പാത്രങ്ങൾ കണ്ടാൽ നോക്കുമല്ലോ, സ്വാഭാവികമാണല്ലോ. പെരിന്തൽമണ്ണയിലെ എല്ലാ ചളിയും ഇന്ന് ഞങ്ങൾ മണ്ണിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇലൂൻ്റെയും നൈഷൂൻ്റെയും ഡ്രസ്സിലായിട്ട്. കുറേ ശല്യപ്പെടുത്തുമ്പോൾ നിരങ്ങേ കടക്കേ ഉരുള എന്തോ ആയിക്കോട്ടെ വിചാരിച്ച് ഞങ്ങളും കണ്ടില്ല എന്ന് വിചാരിക്കും. പിന്നെ അങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നല്ല ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പെരിന്തൽമണ്ണ തന്നെ. അങ്ങനെ ഞങ്ങളിതാ തിരിച്ചിട്ടുണ്ട്.